ഇപ്പോ അങ്ങ് അധ്യാപകനാണ്, അങ്ങ് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നയാളും പഠിപ്പിക്കുന്ന ആളുമൊക്കെയാണ്. ഇത്തരം തിയറികളോട് എങ്ങനെയാണ് യുക്തിഭദ്രതയുള്ള, യുക്തിചിന്തയുള്ള, ഇനി യുക്തിചിന്ത എന്നുള്ളത് പോട്ടെ, യുക്തിപരമായി ചിന്തിക്കുന്ന മനുഷ്യർ സംവദിക്കുക? ഇത്തരം തിയറികളോട് എങ്ങനെ സംവദിക്കും? സൂംബ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു വർക്ക്ഔട്ടാണ്, ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അതും ഡി ജെ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഡി ജെ പാർട്ടിയിൽ സൂംബ ഡാൻസ് നടക്കുന്നുണ്ടാവും. സൂംബ ഡാൻസ് വളരെ സ്വാഭാവികമായി ഡി ജെ പാർട്ടിയുടെ എക്സ്റ്റൻഷൻ ആണെന്നോ, ഡി ജെ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണ് സൂംബ ഡാൻസ് എന്നോ ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അപ്പൊ അതിനെ ഡി ജെ പാർട്ടിയിലെ രാസലഹരി ഉപയോഗവും സൂംബ ഡാൻസുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു യുക്തിയുമില്ല. ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളിൽ ശാരീരികവും കായികവുമായ ക്ഷമതയും സ്ട്രെസ്സിൽ നിന്നുള്ള മോചനവും ലക്ഷ്യമാക്കി സർക്കാർ കൊണ്ടുവന്ന സതുദ്ദേശത്തോടെയുള്ള ഒരു പരിപാടിയാണ്. നേരത്തെ സംസാരിച്ച മുസ്ലിം സംഘടനകളിലെ വക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോകത്ത് പൊതുവിലും ഇന്ത്യയിൽ പൊതുവിലും കേരളത്തിലുമൊക്കെ ഈ കായിക രംഗത്ത് മുസ്ലിം സ്ത്രീകൾ, ഒരു സാനിയ മിർസ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അതേസമയം മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള പി.ടി. ഉഷ, ഷൈനി വിൽസൺ, അഞ്ജു ബോബി ജോർജ്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ കായിക മേഖലയിൽ മുസ്ലിം സ്ത്രീകൾ ഒരു വിസിബിലിറ്റി, ദൃശ്യത അവർക്ക് കൈവരുന്നില്ല? അവർക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ? കായിക മേഖലകളിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? ഇത്തരം മതജന്മികളുടെ കാര്യസ്ഥന്മാരുടെ വിധി വിലക്കുകൾ അല്ലെങ്കിൽ അവരുടെ തീട്ടൂരങ്ങൾ പാലിക്കേണ്ടി വരുന്നു, അവരുടെ നിയന്ത്രണങ്ങൾക്ക് അവർ വിധേയരാകുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. അതുകൊണ്ട് ഈ മതങ്ങളൊക്കെ ഈ സ്ത്രീകൾ മതത്തിൽ എന്ന വിഷയം നിരന്തരം ചർച്ച ചെയ്യുകയും പുരുഷന്മാർ മതത്തിൽ എന്ന വിഷയം ഒട്ടും ചർച്ച ചെയ്യാതിരിക്കുന്നത് തന്നെ ഈ വിശേഷിച്ച് മതങ്ങളുടെ ഈ പുരുഷ ഇസ്ലാം എന്നോ, പുരുഷ ഹിന്ദുത്വമെന്നോ, പുരുഷ ക്രിസ്തുമതമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. പക്ഷേ മതത്തിന്റെ ആദ്യകാല പ്രവാചകൻ മുഹമ്മദ് നബി പോലും ഈ രീതിയിൽ പുരുഷന്മാരും സ്ത്രീകളും വ്യായാമമോ അതുപോലെയുള്ള കായിക വ്യായാമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്ന് ഒരു ഖുർആനിലോ ഹദീസിലോ പറയുന്നില്ല. അവരുടെ ഇരുകൂട്ടരുടെയും ആരോഗ്യശേഷി കാര്യമായി ഊന്നുന്നുമുണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഇത് മതത്തിന്റെ പ്രശ്നമല്ല, വിശ്വാസത്തിന്റെ പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ഇതിന്റെ അടിവേര് കിടക്കുന്നത് വളരെ യാഥാസ്ഥിതികമായ, വളരെ മധ്യകാല നിർമ്മിതമായ ഒരു മതജന്മി ബോധത്തിലാണ്. മതത്തിന്റെ അന്തസത്തയുമായി യാതൊരു തരത്തിലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് ഇതുമായി കൂട്ടിക്കെട്ടുന്നത്. അപ്പോൾ